പ്രേംലലേട്ടാ, വീണ്ടും ഇന്ത്യയെ ചൊറിഞ്ഞുകൊണ്ടെത്തുകയാണ് പീറ്റർ നവാരോ. ഉറഞ്ഞു തുള്ളുകയാണ് ഇന്ത്യക്കെതിരെ. എന്താണ് സംഭവം? അതായത് അദ്ദേഹം അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ ട്രംപിൻ്റെ ട്രേഡ് അഡ്വൈസറാണ്. അതായത് ട്രംപ് ഈ വ്യാപാരം അല്ലെങ്കിൽ ഈ കയറ്റുമതി ഇറക്കുമതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ട്രംപിന് ഉപദേശം കൊടുക്കുന്ന ആളാണ് ഈ ചങ്ങാതി. അപ്പോൾ ഇയാൾ നിരന്തരമായി ഇന്ത്യക്കെതിരെ വലിയ പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ സ്വാഭാവികമാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നവരെ വീണ്ടും മാധ്യമപ്രവർത്തകർ സമീപിക്കും കൂടുതൽ പ്രതികരണങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇദ്ദേഹം ഒരു ടി വിക്ക് കൊടുത്ത അഭിമുഖത്തിൽ ഇദ്ദേഹം വീണ്ടും ഇന്ത്യക്കെതിരെയുള്ള ഭീഷണി അതിൻ്റെ സ്വരം ഒന്ന് ഘടിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് വോണ്ട് എൻഡ് വെൽ എന്ന് വെച്ചാൽ ഇതൊന്നും നല്ല രീതിയിൽ അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. ഇന്ത്യ അമേരിക്കയുമായിട്ട് വ്യാപാര കരാർ സംബന്ധിച്ച് ചർച്ചകൾക്ക് തയ്യാറല്ലെങ്കിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ സമാപിക്കും എന്ന് തനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. ഈ ഇന്ത്യയെ ഈ ടാക്സിൻ്റെ താരിഫിൻ്റെ മഹാരാജ എന്ന് ഇദ്ദേഹം മുമ്പ് വിശേഷിപ്പിച്ചിരുന്നു. അപ്പോൾ അത് ആ ഒരു അഭിപ്രായം ഇപ്പോഴുമുണ്ടോ? ആ അഭിപ്രായത്തിൽ താങ്കൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ആ പ്രയോഗം അത് വളരെ ശരിയാണ്. ഇന്ത്യ വലിയ രീതിയിൽ നികുതി ചുമത്തുന്ന ഒരു രാഷ്ട്രമാണ്. പ്രത്യേകിച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് എതിരെ വലിയ രീതിയിൽ നികുതി ചുമത്തുന്ന രാജ്യമാണ്. അതുകൊണ്ട് പല അമേരിക്കൻ കമ്പനികൾക്കും നേരിട്ട് അവരുടെ ഉൽപ്പന്നം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് പകരം ഇന്ത്യയിൽ നിർമ്മിച്ച് അവിടെ തന്നെ വിൽപ്പന നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയത് എന്നാണ് പീറ്റർ നാവരോ പറയുന്നത്. അതുമാത്രമല്ല, ഇന്ത്യയെ വലിയ രീതിയിൽ പരിഹസിക്കുന്നുമുണ്ട് അദ്ദേഹം. അതായത് ഇപ്പോൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തെയും അല്ലെങ്കിൽ എന്താ പറയുക ഊർജ സ്വാതന്ത്ര്യത്തെയും അതിൻ്റെ പേരിലൊക്കെയാണല്ലോ ഉക്രൈനിൽ നിന്ന് ഇപ്പോഴും റഷ്യയിൽ നിന്ന് ഇപ്പോഴും ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൻ്റെ ന്യായീകരണമായിട്ട് പറയുന്നത്. അപ്പോൾ അതിന് ഈ പീറ്റർ നാവരോ പറയുന്നത് റഷ്യ ഉക്രൈനിൽ അധിനിവേശം നടത്തുന്നതിന് മുൻപ് ഇന്ത്യ ഒരു കാര്യമായി റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നില്ല. വാങ്ങുന്നെങ്കിൽ തന്നെ 1-2 തുള്ളി വാങ്ങുന്നുണ്ടാകും, അതിനപ്പുറം ഒന്നും വാങ്ങിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇന്ത്യ അവരുടെ ആവശ്യമുള്ളതിൻ്റെ 40-45% ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് വാങ്ങുന്നു. അങ്ങനെ റഷ്യയ്ക്ക് സാമ്പത്തികമായി സഹായം നൽകുന്നു. അതുവഴി റഷ്യ അവരുടെ യുദ്ധം ഉക്രൈനെതിരെയുള്ള യുദ്ധം കടുപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങി അത് പ്രോസസ്സ് ചെയ്ത് മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കുക വഴി വമ്പൻ ലാഭമുള്ള ഒരു ബിസിനസ്സാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇത്തരത്തിൽ പീറ്റർ നാവരോ പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഈ ചെയ്തി മൂലം അവിടെ റഷ്യ യുദ്ധം നിർത്താനായിട്ട് നിർബന്ധിതമാവുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നില്ല. കാരണം റഷ്യയ്ക്ക് ആവശ്യത്തിന് കാശ് കയ്യിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ യുദ്ധം നീണ്ടു പോകുന്നു. അതിൻ്റെ കെടുതികൾ കാരണം അമേരിക്കയിലെ നികുതിദായകർക്ക്, അമേരിക്കയിലെ ടാക്സ് പേയർമാർക്ക് അവരുടെ ചെലവ് വല്ലാണ്ട് വർദ്ധിക്കുന്നു. കാരണം അവിടെ യുദ്ധം നടക്കുന്നത് കൊണ്ട് അതിൻ്റെ അനന്തരഫലമായി പല മേഖലകളിലും വില വർധന അതേയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുന്നതുകൊണ്ട് അമേരിക്കയും അത് വലിയ രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. ഇനി അദ്ദേഹം ഒരു കാര്യം കൂടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. പല രാജ്യങ്ങളുമായിട്ടും അമേരിക്ക ഇതിനോടകം തന്നെ വ്യാപാര കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. അതൊന്ന് യൂറോപ്യൻ യൂണിയനാണ്, ജപ്പാൻ, സൗത്ത് കൊറിയ, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ. അപ്പോൾ ഇത്തരം രാജ്യങ്ങളൊക്കെ ഇതിനോടകം തന്നെ അമേരിക്കയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ടു. അവരുമായി അമേരിക്ക നല്ല രീതിയിലുള്ള ഇടപാടാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യാപാര കരാർ ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ ഇത്തരത്തിൽ നടപടി എടുക്കുന്നത്. വ്യാപാര കരാറിൽ ഏർപ്പെടണമെങ്കിൽ ഇന്ത്യക്ക് മുമ്പിൽ 3 വ്യവസ്ഥകളാണ് നേരത്തെ പീറ്റർ നാവരോ മുന്നോട്ട് വെച്ചത്. ഒന്ന്, റഷ്യയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുക, റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് വെട്ടിക്കുറയ്ക്കുക. 2, ഇന്ത്യൻ വിപണികൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കായി തുറന്നു കൊടുക്കുക. അതേപോലെ ബ്രിക്സ് എന്ന് പറയുന്ന കൂട്ടായ്മയുണ്ടല്ലോ, ആ ബ്രിക്സ് കൂട്ടായ്മയിൽ അതിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങുക, അല്ലെങ്കിൽ അതിൻ്റെ നയപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ നിന്ന് ഇന്ത്യ മാറി നിൽക്കുക എന്നതാണ് അദ്ദേഹം പറയുന്നത്. വീണ്ടും അദ്ദേഹത്തിൻ്റെ പരിഹാസത്തിന് ഒരു കുറവുമില്ല. അദ്ദേഹം പറയുന്നത് അതായത് ഇന്ത്യയെ റഷ്യയ്ക്കും ചൈനയ്ക്കും ഒപ്പം കിടക്ക പങ്കിടുന്നയാൾ അല്ലെങ്കിൽ അവിടെ കിടക്കുന്നയാൾ എന്ന രീതിയിലാണ് ഇപ്പോൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ കിടക്കാനാണ് ഇന്ത്യയുടെ തീരുമാനമെങ്കിൽ കാര്യങ്ങൾ അത്ര സുഖകരമായിരിക്കില്ല എന്നുള്ളതാണ് പീറ്റർ നാവരോ പറയുന്നത്. ഏതായാലും
അദ്ദേഹം നേരത്തെ തന്നെ വളരെ വിവാദപരമായ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. ആദ്യം ഇദ്ദേഹം പറഞ്ഞത്, അത് ഇവിടെ വലിയ ചർച്ചയാകാൻ കാരണം, ഇന്ത്യയിലെ ബ്രാഹ്മണന്മാർ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങി വിറ്റ് വൻ ലാഭമുണ്ടാക്കുന്നു എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴും പഴയ നൂറ്റാണ്ട് പഴക്കമുള്ള ജാതി വ്യവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന തരത്തിൽ പരോക്ഷ സൂചന നൽകിക്കൊണ്ടാണ് ഇന്ത്യയെ പരിഹസിക്കുന്ന തരത്തിൽ അദ്ദേഹം ഈ നിലപാട് പറയുന്നത്. അന്നാണ് ഈ പീറ്റർ നവരോ എന്ന് പറയുന്ന ഒരു അപരാധം അമേരിക്കയിലുണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നത്. അദ്ദേഹം ഇത്തരത്തിലുള്ള വാക്കുകൾ പറയുന്നു എന്നുള്ളതും നമ്മൾ അറിഞ്ഞത് അപ്പോഴാണ്. അതിനുശേഷം വീണ്ടും ഈ പീറ്റർ നവരോ ഇന്ത്യക്കെതിരെയുള്ള നിലപാടുകൾ കൃത്യമായി പറയുന്നുണ്ട്. ഇത് തന്നെ കാരണമായി പറയുന്നു, ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നു, അങ്ങനെ വൻതോതിൽ ലാഭമുണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലാഭം മാത്രം ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ പ്രവർത്തനം. അല്ലാണ്ട് ഇന്ത്യ വാദിക്കുന്നത് പോലെ രാജ്യത്തിൻ്റെ ഇന്ധന സുരക്ഷിതത്വമോ അല്ലെങ്കിൽ വില കുറഞ്ഞ ഇന്ധനം കിട്ടുന്നത് കൊണ്ടോ അല്ല, കൊള്ള ലാഭം മാത്രം, അത് മാത്രം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് എന്നുള്ളതാണ് പീറ്റർ നവരോ പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം ഊന്നി പറയുന്നുണ്ട്, ഇന്ത്യക്ക് അമേരിക്കയുമായി ചർച്ചയ്ക്ക് സന്നദ്ധമായേ പറ്റൂ. അത് നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം ഇന്ത്യക്ക് മുമ്പിൽ വരും. അതിന് കാരണം പറയുന്നത്, അമേരിക്കയെ പോലുള്ള ഒരു വിപണിയെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് സാധിക്കില്ല. അമേരിക്കയുമായി ഡീല് ചെയ്തേ ഇന്ത്യക്ക് പറ്റൂ. പിന്നെ മറ്റൊന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്, ഇത്തരത്തിൽ ഇന്ത്യ മുന്നോട്ട് പോയാൽ ഇന്ത്യയുടെ ഭാവി, അത് ഈ കാനഡയോട് താരതമ്യപ്പെടുത്തിയാണ് അദ്ദേഹം പറയുന്നത്. കാനഡ ഇതേപോലെ അമേരിക്കയുമായിട്ട് ഇതേപോലെ ഒരു തർക്കം വന്നപ്പോൾ കാനഡ ഒരു പ്രതികാര ചുങ്കം നേരെ അമേരിക്കയ്ക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തിരുന്നു. അമേരിക്കയ്ക്കെതിരെയും കാനഡ നികുതി പ്രഖ്യാപിച്ചു. പക്ഷേ അവർക്ക് നിലനിൽപ്പ് അസാധ്യമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കാനഡ അവരുടെ ഈ അമേരിക്കയ്ക്കെതിരെ പ്രഖ്യാപിച്ച നികുതികളെല്ലാം പിൻവലിച്ചുകൊണ്ട് അമേരിക്കയുമായി സഖ്യത്തിൽ ഏർപ്പെടുത്തുന്ന തരത്തിലേക്ക് വന്നു. അപ്പോൾ സമാനമായ ഒരു ഫലം തന്നെയാണ്, സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇന്ത്യയും കാത്തിരിക്കുന്നത്. അതുകൊണ്ട് അധികം ബലം പിടിക്കാതെ എത്രയും പെട്ടെന്ന് ഇന്ത്യ അമേരിക്കയുമായിട്ട് സഖ്യത്തിന് തയ്യാറാകണം, അമേരിക്കയുമായി ചർച്ചകൾക്ക് തയ്യാറാകണം, ഒരു വ്യാപാര കരാർ ഉടനെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഒരു ഭീഷണി സ്വരമാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. പക്ഷേ ഇന്ത്യ ഇക്കാര്യത്തിൽ ഇപ്പോഴും ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ പലവട്ടം അക്കാര്യം പറഞ്ഞതാണ്, എന്നാൽ ഇപ്പോഴും വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹം ട്രംപുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പലരും പറയുമ്പോഴും നരേന്ദ്രമോദി ട്രംപിനെ നേരിട്ട് കാണാനുള്ള സാധ്യതകൾ പോലും തൽക്കാലം വേണ്ടെന്ന് വെച്ചേക്കുകയാണ്. വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു മട്ടാണ് ഇപ്പോൾ ഇന്ത്യ എടുത്തിരിക്കുന്ന നിലപാട്. പ്രധാനമന്ത്രി മോദി ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. രാജ്യ താൽപ്പര്യം ഹനിച്ചുകൊണ്ടുള്ള ഇവിടുത്തെ കർഷകരുടെയും ചെറുകിട ഉൽപ്പാദകരുടെയും താൽപ്പര്യങ്ങൾ വേണ്ടെന്ന് വെച്ചുകൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യ തയ്യാറല്ല എന്നുള്ള ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വീണ്ടും ഇന്ത്യ ആവർത്തിക്കുമ്പോൾ തന്നെയാണ് അതിൽ പ്രകോപിതനായി ഈ പീറ്റർ നവരോയെ പോലെയുള്ള ആൾക്കാർ വീണ്ടും ഇന്ത്യക്കെതിരെ ഇമാതിരി പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത്.